ജില്ല ആലപ്പുഴയാണ്. ചേർത്തലയ്ക്ക് അടുത്തുള്ള പള്ളിപ്പുറം ഗ്രാമം. മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട 19 കിലോമീറ്റർ തീരമുള്ള ഒരു കയർ ഗ്രാമം. ഏഷ്യയിലെ തന്നെ ഏറ്റവും ബൃഹത്തായ സിലിക്കാമണൽ നിക്ഷേപത്തിന് പുകഴ്പെറ്റ മണ്ണാണ്. ആ പ്രാചീന സംസ്കൃതിയിലേക്ക് നമ്മെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് ശ്രീകുമാർ ചേർത്തലയാണ്. അറബിക്കടൽ പിൻവാങ്ങിയുണ്ടായ നാടാണ് പള്ളിപ്പുറം എന്നാണ് പറയപ്പെടുന്നത്. കക്കയുടെ അക്ഷയഖനിയാണ് ഈ തീരം. ആയുർവേദ മരുന്നായ കൊട്ടൻ ചുക്കാദിയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. കൊട്ടൻ ചുക്കാദി ഉണ്ടാക്കുന്ന കൊട്ടങ്ങ വളരുന്നത് ഈ പ്രദേശത്താണ്. ജൈവ വൈവിധ്യത്തിന്റെ നിറവ്. ചീനവലകളും വഞ്ചികളും കൊപ്രാക്കളങ്ങളും കായലരികിൽ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്നു. ഇനി നമുക്ക് ശ്രീകുമാർ ചേർത്തലയുടെ വാക്കുകളിലേക്ക്. വേമ്പനാട്ട് കായലിന്റെ വിരിമാറിൽ വെള്ളിപ്പതക്കം പോലെ വെൺമണലിൻ തിടമ്പായി മയങ്ങുന്ന തീരഭൂമികയാണ് പള്ളിപ്പുറം എന്ന എന്റെ ഗ്രാമം. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ നിന്ന് 7 കിലോമീറ്റർ വടക്ക് മാറി അരൂർ നിയോജക മണ്ഡലത്തിലാണ് പള്ളിപ്പുറം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് കുറുമ്പിക്കായൽ എന്നുകൂടി പേരുള്ള വയലാർ കായലിൽ നിന്നുള്ള കാറ്റും കിഴക്ക് വേമ്പനാട്ട് കായലിന്റെ ഭാഗമായ വൈക്കം കായലിൽ നിന്നുള്ള കാറ്റും തെക്ക് ചെങ്ങണ്ടയാറിൽ നിന്നുള്ള കാറ്റും പാടുന്ന താരാട്ടേറ്റുമയങ്ങുന്ന ഒരു ഹരിത വൃന്ദാവനമാണിത്. പള്ളിപ്പുറം ഉൾപ്പെട്ടിരുന്ന ഭാഗം പണ്ട് കരപ്പുറം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ചേർത്തല താലൂക്കിലെ ഒരു പ്രധാന നാട്ടിൻപുറമാണിത്. പണ്ട് ചെമ്പകശ്ശേരി എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴയ്ക്ക് കീഴിൽ വരുന്ന ഈ പ്രദേശം തിരുവിതാംകൂർ രാജഭരണത്തിന് കീഴിലായിരുന്നു. ചേന്നം പള്ളിപ്പുറം എന്നാണ് തദ്ദേശ പഞ്ചായത്ത് അറിയപ്പെടുന്നത്. തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ 1953 ഈ പഞ്ചായത്ത് രൂപീകരിക്കുന്നത്. 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. വടക്ക് ഭാഗം തൈക്കാട്ടുശ്ശേരി ഗ്രാമപഞ്ചായത്താണ്. വേമ്പനാട് കായലിനെയും വയലാർ കായലിനെയും ബന്ധിപ്പിക്കുന്ന കായലാണ് ചെങ്ങണ്ടയാറ്. ഇത് പഞ്ചായത്തിന്റെ തെക്ക് വശത്തു കൂടിയാണ് ഒഴുകുന്നത്. വയലാർ കായലിന്റെ ഉദ്ദേശം 19 കിലോമീറ്റർ നീളമാണ് പഞ്ചായത്തിന് തീരപ്രദേശത്തുള്ളത്. വില്ലേജ് യൂണിയൻ നിലവിൽ വരുമ്പോൾ പള്ളിപ്പുറം വില്ലേജ് യൂണിയൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പഞ്ചായത്ത് രൂപീകരണം നടക്കുമ്പോൾ പള്ളിപ്പുറം പഞ്ചായത്ത് എന്ന പേരാണ് സ്വീകരിച്ചതെങ്കിലും പഞ്ചായത്തിലേക്ക് വരുന്ന തപാൽ ഉരുപ്പടികൾ പള്ളിപ്പുറം വില്ലേജ് ഓഫീസ് ഭാഗത്തേക്ക് പോവുകയും സമയത്ത് കിട്ടാതെ വരികയും ചെയ്തതിനാൽ പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് ചേന്നൻ പള്ളിപ്പുറം എന്ന പേര് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഈ ഭാഗത്ത് ചേന്നൻ എന്ന ഒരു നാട്ടുവൈദ്യൻ ജീവിച്ചിരുന്ന